പരസ്യരംഗത്തേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ് ടൈറ്റ് ഫ്രെയിം, പിന്നെ അതുപോലെ ക്ലട്ടർ എന്ന് പറയുന്ന 2 വേർഡ്സ്. പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു. 2000 ഇറങ്ങിയ മെക്സിക്കൻ പടം അമോറസ് പെറോസ്, ഡയറക്റ്റഡ് ബൈ ഇനാരിറ്റു, നമ്മുടെ ബേർഡ്മാൻ്റെ ഒക്കെ ഡയറക്ടർ. കോളേജിൽ എപ്പോഴോ ഇതുപോലെ ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പരസ്യരംഗത്തേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ് ടൈറ്റ് ഫ്രെയിം, പിന്നെ അതുപോലെ ക്ലട്ടർ എന്ന് പറയുന്ന 2 വേർഡ്സ്. ഇതുപോലെ ഈ ഏഷ്യൻ മൂവീസിൽ ഈ ടൈറ്റ് ഫ്രെയിം വെച്ചിട്ടുള്ള സാധനങ്ങൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം അമോറസ് പെറോസ് ആട്ടെ, പിന്നെ അതുപോലെ ഫിലിപ്പീൻസ് പടമായിട്ടുള്ള മെട്രോ മനില, റോഡ് ടു മണ്ടലായി, ജിയ ജംഗയുടെ സ്റ്റിൽ ലൈഫ്, ഇങ്ങനെ കുറേ പടങ്ങളിൽ ഇതുപോലെ ഈ ടൈറ്റ് ഫ്രെയിം കാണിക്കുന്നുണ്ട്. അതായത് ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ അടുത്തേക്ക് നിൽക്കുന്ന ആയിട്ട് തോന്നുന്നു. വൺ ബാറ്റിൽ അഫ്ഗാനിസ്ഥാൻ്റെ അകത്തും ഇതുപോലെ കുറേ സാധനങ്ങൾ ഈ ടൈറ്റ് ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ടൈറ്റും അല്ലാതെയും വൈറ്റ് ഫ്രെയിമായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ടൈറ്റ് ഫ്രെയിം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. ബെറ്റർ കോൾ സോളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ സ്ക്രീനിൽ മൊത്തം ഏകാന്തതയാണ്. അതായത് ബേസിക്കലി ഈ ക്യാരക്ടർ ഇങ്ങനെ കുറേ ഏകാന്തതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ സ്ക്രീനിൽ ഭീകരമായിട്ടുള്ള ഏകാന്തത. വലിയ സ്ക്രീനിൽ കുറേ ബാരൻ ലാൻഡ് കാണിച്ചിട്ട് സെൻറ്ററിൽ ഒരു ലൈൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇങ്ങനെ ഒരു പല്ലി മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പ് ഇങ്ങനെ ചാടുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും. മിനിമലിസം, അതുപോലെ ഈ ടൈറ്റ് ഫ്രെയിം സിനിമകളിലും അല്ലാതെ കോമിക്സിലൊക്കെ വന്നിരിക്കുന്നതിൻ്റെ ഒരു ഐഡിയ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പണ്ട് ബാലരമയിലൊക്കെ ഇതുപോലെ സ്പൈഡർമാൻ, മഹാഭാരതം എല്ലാം കോമിക്കായിട്ട് വരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ പ്രശ്നം, എനിക്ക് കോമിക്ക് വായിക്കാൻ ഇഷ്ടമായിരുന്നെങ്കിലും ഈ സ്പൈഡർമാൻ്റെ അകത്ത് കുഴപ്പമെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടൈറ്റ് ഫ്രെയിംസ് ആയിരിക്കും ഓരോ ചെറിയ കോളത്തിലും. ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ 2x2 സെൻറ്റിമീറ്റർ കോളത്തിലൊക്കെ വരുന്നത് ചിലപ്പോൾ സ്പൈഡർമാൻ മൊത്തത്തിലിങ്ങനെ ആ ഒരു കോളത്തിൽ കുറേ കളേഴ്സ് ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ ഈ വെബ്, അതായത് പുള്ളി ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് വെബ് ഇങ്ങനെ ഇവിടുന്ന സാധനമൊക്കെ ആണെങ്കിലും ഈ വെബിൻ്റെ ലൈനൊന്നും ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരു 3 ലൈനല്ല വരയ്ക്കുന്നത്. അതിന് പകരം അതിങ്ങനെ പിണച്ച് അങ്ങനത്തെ ഒരു സാധനമാണ് അവിടുത്തെ ഈ കോമിക് സാധനങ്ങൾ വരയ്ക്കുന്നുണ്ടായിരുന്നത്. മഹാഭാരതത്തിൻ്റെ ഒരു സാധനം വരുമ്പോഴും കുറേ എലമെൻറ്റുകൾ ഇങ്ങനെ വന്നിട്ട് മൊത്തം ഒരു ഓറഞ്ച് കളറിലുള്ള മണ്ണും പിന്നെ ഒരു 3-4 പേരൊക്കെ എപ്പോഴും ഈ ഫ്രെയിമിൽ കാണും. ക്ലീൻ ഫ്രെയിമായിട്ട് അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ കാണിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഈ സൂത്രൻ, ഷേരു, ജമ്പൻ, തുമ്പൻ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് കളേഴ്സ്, പിന്നെ അതുപോലെ 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ ക്രിക്കറ്റ് ഫുട്ബോളൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്നതിൻ്റെയും ഈ മാർവൽ പടങ്ങൾ അതിൽ വലിയ താല്പര്യം ഇല്ലാതെയും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കളേഴ്സിൻ്റെ യൂസും അതുപോലെ എക്സ്ട്രീം ക്ലട്ടർ ആയിട്ടുള്ള കുറേ വിഷ്വൽസ് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു ഇതാണ് റിലേറ്റഡ് ടു എന്താ പറയുക, നമ്മുടെ ഒരു വിഷ്വൽ കപ്പാസിറ്റി, വിഷ്വൽ ടോളറൻസ് എന്ന് പറയുന്നൊരു സാധനമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ പറഞ്ഞ ഈ ഒരു മിനിമലിസം അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്പേസ്, ഇതൊക്കെ പരസ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പഴയ ഫോക്സ് വാഗൻ്റെ പരസ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വലിയ പേജ് നിറയെ അടിയിൽ കുറച്ച് കോപ്പി ഉണ്ടാവും, ഒരു ഇമേജും ഉണ്ടാവും, ബാക്കി മുഴുവൻ വൈറ്റ് സ്പേസ് ആണ്. ഏകാന്തത പറ്റുന്നില്ലാത്തവർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി വൈറ്റ് സ്പേസ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് താല്പര്യപ്പെടാത്തവർക്ക്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ക്ലട്ടർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ വട്ടാവുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റി നമ്മളിടയ്ക്ക് ഇങ്ങനെ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇന്ന ബ്രാൻഡിന് ഇത്ര സാധനം വേണം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിന് ഇത്ര വേണ്ട. ദ മോർ യു റിമൂവ് ദ ക്ലട്ടർ ദ മോർ ഡീസൻറ്റ് ആർട്ട് വർക്ക് ബിക്കം. പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞ പടത്തിലെ ഒരു വീടിൻ്റെ ഒക്കെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. ഇപ്പോൾ ജാപ്പനീസ് മൂവീസിലൊക്കെ നിലത്ത് തന്നെയാണെങ്കിൽ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കും, അത് ഭയങ്കര സൂത്തിങ് എഫക്റ്റ് ആണ്. പക്ഷേ അതേ സമയത്ത് ട്രൂ ഡിറ്റക്റ്റീവ്സിൻ്റെ സീരീസിൻ്റെ അവസാനം, അതായത് ഈ ക്രൈം ചെയ്യുന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആർട്ട് ടീം ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആർട്ട് ടീം ലോട്ട് ഓഫ് മാഗസിൻസ്, പേജസ്, ന്യൂസ് പേപ്പേഴ്സ് അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആവും ദിസ് പേഴ്സൺ, ദിസ് കില്ലർ ഇസ് മെൻ്റലി അൺസ്റ്റേബിൾ. ഈ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്തോറും ആർട്ട് ടീം ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ട് കുറേ മരക്കൊമ്പൊക്കെ കെട്ടിവെച്ച് അത് ചെയ്ത് ഹൈലി കൺവിൻസിങ്. പക്ഷേ അതേ സമയത്ത് ഈ തമിഴ് സിനിമയായിട്ടുള്ള കുഴാങ്കല്ല്, പിന്നെ അതുപോലെ മലൈക്കോട്ടെ വാലിബൻ, അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബാരൻ ലാൻഡിൽ ഭയങ്കര സ്പേസൊക്കെ വെച്ചിട്ട് കുറേ നേരം ക്യാമറ ഇങ്ങനെ വെച്ചേക്കാണ്. കുറേ നേരം ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മടുത്തു പോകുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ മലൈക്കോട്ടെ വാലിബൻ ആൾക്കാർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കുറേ കാരണം. ആൾക്കാരിങ്ങനെ നോക്കിയിരുന്ന് ദർ ഇസ് നത്തിങ് ഹാപ്പനിങ്. അപ്പോൾ ആ ഒരു സാധനം വന്നിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവുക. ഇതിലിപ്പോൾ ഏഷ്യൻ മൂവീസിൽ ഇതുപോലെ നല്ല ടൈറ്റ് ഫ്രെയിമുള്ള, എന്നാൽ കണ്ടിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള മൂവീസ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇതുപോലത്തെ ഏതെങ്കിലും സിനിമകളൊക്കെ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കണ്ടുപിടിച്ചോളാം. താങ്ക് യു.